പ്രീവിയസ് ഇയർ കേറ്ററ്റുകളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ചില ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കൂ, ലിംഗനിഷ്പക്ഷ സ്കൂളുകളുടെ രൂപീകരണത്തിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ, വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഇതെന്തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ്? ലിംഗവിവേചനം, ലിംഗസ്വത്വം, ലിംഗസമത്വം, ലിംഗപക്ഷാപാതം. അപ്പോൾ ഇത്തരത്തിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമ്മൾ കേറ്ററ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് എടുത്താണ്. ഹായ്, നമസ്കാരം. എൻട്രിയുടെ ചോദ്യപ്പെട്ടി ഏറ്റവും മനോഹരമായിട്ട് 50ഓളം പാർട്ടുകളൊക്കെ കടന്ന് വീണ്ടും ആപ്പിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ വെർഷനും ആപ്പിലാണ് കിട്ടുന്നത്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും പല ഘട്ടങ്ങളായിട്ടാണ് ആ ക്ലാസ്സുകൾ പോകുന്നതെന്നുള്ളത് ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഡിസ്കസ് ചെയ്തു. അതിനുശേഷം കേരള PSC തന്നെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് യോജിച്ചിട്ടുള്ള മറ്റ് ചോദ്യപേപ്പർ, നഴ്സറി സ്കൂൾ ടീച്ചർ പോലുള്ള ചോദ്യപേപ്പറുകളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. അതിനുശേഷം കേറ്ററ്റിൻ്റെ മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് സോൾവ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ പല പാർട്ടുകളായിട്ടാണ് ആപ്പിനകത്ത് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് ഓരോ ടോപ്പിക് വൈസ് ഉള്ള മോഡൽ ക്വസ്റ്റ്യൻസുകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ വീണ്ടും ചോദ്യപ്പെട്ടിയുടെ ഒരു പാർട്ട് യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ പ്രീവിയസ് ഇയർ കേറ്ററ്റുകളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ചില ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെട്ട ചോദ്യങ്ങളാണ്. അതായത് കേറ്ററ്റിന് കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ചലഞ്ച് ചെയ്യപ്പെട്ട ചോദ്യപേപ്പറുകളിൽ അതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത ചില ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്നല്ലോ കേറ്ററ്റിൻ്റെയൊക്കെ സൈക്കോളജി ചോദ്യങ്ങളുണ്ട്. കാരണം ലേറ്റസ്റ്റ് ട്രെൻഡിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് നടന്ന കേറ്ററ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും ചോദ്യപ്പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്, പുതിയൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം എൻ്റെ ആൻസറുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാം. മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ മൂന്നാമതായുള്ള തലത്തിൽ വിശദീകരിച്ചിട്ടുള്ള ആവശ്യം തിരഞ്ഞെടുക്കുക. എത്രയോ തവണ ആവർത്തിച്ച് ചോദ്യപ്പെട്ടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാസ്ലോയുടെ മൂന്നാമത്തെ ലെവലിലുള്ള ശാരീരിക ആവശ്യമാണോ, ആദരിക്കപ്പെടാനുള്ള ആവശ്യമാണോ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആവശ്യമാണോ, സുരക്ഷിതത്വത്തിനുള്ള ആവശ്യമാണോ? ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആവശ്യമാണ്. ഓപ്ഷൻ സി ആണ് മൂന്നാമത്തേതായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തേതായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ വരുന്നത്. താഴെ പറയുന്നവയിൽ പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായ ഘടകം ഏതാണ്? പഠനത്തെ സ്വാധീനിക്കുന്ന മാനസികമായിട്ടുള്ള ഘടകം ഏതാണെന്നുള്ളതാണ് ചോദ്യം. പ്രായം, ആരോഗ്യം, ക്ഷമത, പ്രചോദനം. മാനസികമായിട്ടുള്ള ഘടകം അത് പ്രചോദനമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളും ചോദിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. ടീച്ചർ കുട്ടികളോട് താൻ പഠിപ്പിച്ച ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തി ഒരു നാടകം അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ ഏത് പഠന രീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? അപ്പോൾ നാടകം അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ ഏത് പഠന രീതിയാണ്? പ്രശ്നാധിഷ്ഠിത പഠന രീതിയാണോ, പ്രവർത്തനാധിഷ്ഠിതമാണോ, പ്രബന്ധാധിഷ്ഠിതമാണോ, പ്രഭാഷണാധിഷ്ഠിതമാണോ? തീർച്ചയായിട്ടും വളരെ സിമ്പിളാണ് അല്ലേ, അതൊരു പ്രവർത്തനം കൊടുക്കുകയാണ്. പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള പഠന രീതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പരിശീലനം കൊണ്ടൊരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റമാണ് പഠനം, വ്യക്തിത്വം, ബുദ്ധി, അഭിരുചി. ഇതൊരു സാധനത്തിൻ്റെ ഡെഫിനിഷനായി കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ തന്നെ ചോദ്യം നമുക്ക് LP UP എക്സാമിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതാണ് അതിൻ്റെ ഉത്തരം? പരിശീലനം കൊണ്ടൊരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന താരതമ്യേന സ്ഥിരമായ മാറ്റത്തെ വിളിക്കുന്ന പേര് പഠനം എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? അവർക്ക് എല്ലായ്പ്പോഴും ഉയർന്ന ബുദ്ധിശക്തിയായിരിക്കും, മിക്ക കുട്ടികളുടെയും പഠന നിലവാരം മോശമായിരിക്കും, മിക്ക കുട്ടികളുടെയും അഭിലാഷത്തിൻ്റെ തലം കുറവായിരിക്കും, മിക്ക കുട്ടികൾക്കും പ്രചോദനം കുറവായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കുക. അവിടെ ഇവിടെ ആൻസർ കീ കൊടുത്തിരുന്ന ബിയും സിയും ഡിയും എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെട്ടു, പിന്നീട് കേറ്റിട്ട് ചലഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ബിയും സിയും ഡിയും എന്നുള്ളതാണ് അവിടെ ആൻസറായിട്ട് എടുത്തിരുന്നത്. ഏതൊക്കെയാണ് നോക്കിക്കേ? മിക്ക കുട്ടികളുടെയും പഠന നിലവാരം മോശമായിരിക്കും, മിക്ക കുട്ടികളുടെയും അഭിലാഷ തലം കുറവായിരിക്കും. ഏതാ? സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കുറിച്ച് ഇത് കറക്റ്റായിട്ട് അതൊരു ഇതിൽ പറയാൻ പറ്റില്ല, കറക്റ്റായിട്ട് നമുക്കൊരു പുസ്തകത്തിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ല. മിക്ക കുട്ടികൾക്കും പ്രചോദനം കുറവായിരിക്കും. ആ ഒരു സംഭവം ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പിൽക്കാലത്ത് അത് ക്യാൻസൽ ചെയ്തു, കേറ്റിട്ട് ക്യാൻസൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരീക്ഷാഭവന ക്വസ്റ്റിനെ ക്യാൻസൽ ചെയ്തിരുന്നു. അടുത്ത ചോദ്യം നോക്കൂ. ലിംഗനിഷ്പക്ഷ സ്കൂളുകളുടെ രൂപീകരണത്തിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ, വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഇതെന്തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ്? ലിംഗവിവേചനം, ലിംഗസ്വത്വം, ലിംഗസമത്വം, ലിംഗപക്ഷാപാതം. എന്തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ലിംഗനിഷ്പക്ഷ സ്കൂളുകളുടെ
നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ആ വിഷയം. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം, പുതിയ കാലത്തിൻ്റെ ചോദ്യങ്ങളാണ്. ലിംഗ സമത്വം എന്നുള്ളതിന് വേണ്ടി തന്നെയാണ് ആ കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വൈകല്യത്തിൻ്റെ കാരണങ്ങൾ പാരമ്പര്യമോ പരിസ്ഥിതികമോ ആകാം. വൈകല്യത്തിന് കാരണമാകുന്ന പാരിസ്ഥിതിക ഘടകം താഴെ പറഞ്ഞിരിക്കുന്ന പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ പാരമ്പര്യമുണ്ട്, പര്യാവരണം അല്ലേ, പാരമ്പര്യവും പരിസ്ഥിതിയും. വൈകല്യത്തിന് കാരണങ്ങൾ പാരമ്പര്യമോ പാരിസ്ഥിതികമോ ആകാം. ഇതിൽ പാരിസ്ഥിതിക ഘടകം ഏതാണ്? ജീനുകളാണോ, ക്രോമസോമുകളാണോ, ഹോർമോണുകളാണോ, രോഗങ്ങളാണോ? ജീനുകളും ക്രോമസോമുകളും ഹോർമോണുകളൊക്കെ പാരമ്പര്യ ഘടകമാകുമ്പോൾ രോഗമെന്ന് പറയുന്നത് പാരിസ്ഥിതിക ഘടകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് അവിടെ വരിക. അടുത്ത ചോദ്യം നോക്കൂ, 8ാമത്തെ ചോദ്യം. മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു കുട്ടിയുടെ വികസനത്തിൻ്റെ എല്ലാ വശങ്ങളും മൂല്യനിർണ്ണയം നടത്തുന്നു. ഈ മൂല്യനിർണ്ണയ പ്രക്രിയ അറിയപ്പെടുന്നത് സംരചനാ മൂല്യനിർണ്ണയം, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം, ആത്യന്തിക മൂല്യനിർണ്ണയം, ആന്തരിക മൂല്യനിർണ്ണയം. അപ്പോൾ ഇവിടെ കേറ്ററ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കേറ്ററ്റുകളിലുള്ള ക്വസ്റ്റ്യനാണ്. മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുട്ടിയുടെ വികസനത്തിൻ്റെ എല്ലാ വശങ്ങളും മൂല്യനിർണ്ണയം നടത്തുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നിരന്തരവും സമഗ്രവുമാണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ എന്നുള്ളതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക. താഴെ പറയുന്നവയിൽ സെഫാലോകോഡൽ തത്വവുമായി ബന്ധപ്പെട്ടത് ഏത്? വികാസം ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് നടക്കുന്നു. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. വികാസം ഗതി നിയമം പാലിക്കുന്നു. വികാസം തല മുതൽ കാൽ വരെ എന്ന ക്രമത്തിൽ നടക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സെഫാലോകോഡലും പ്രോക്സിമോ ഡിസ്റ്റലും. ഇതിനോടകം ഞാൻ മറ്റ് വീഡിയോ ഉള്ളത് ഷെയർ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അവിടുത്തെ ആൻസർ ഏതാ? തല മുതൽ കാൽ വരെ എന്നുള്ളതാണ് കോഡൽ എന്ന് പറയുന്നത്. പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നതാണ് സെൻട്രലിൽ നിന്ന് വശങ്ങളിലേക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ സെഫാലോകോഡൽ തത്വം ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. വായന ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് താഴെ പറയുന്നവയിൽ ഏതു രീതി സ്വയം തിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും? വായന ബുദ്ധിമുട്ടാണെങ്കിൽ അയാൾക്ക് റെക്കോർഡറാണോ, ഫ്ലാഷ് കാർഡാണോ, മാച്ചിങ് കാർഡാണോ, പദപ്രശ്നമാണോ? വായന ബുദ്ധിമുട്ടാണെങ്കിൽ റെക്കോർഡറാണ് അയാൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസറായിട്ട് ഓപ്ഷൻ എ ആണ് അവിടെ വരുന്നത് എന്ന് മനസ്സിലാക്കുക. തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് നൃത്തം ചെയ്യാനുള്ള അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കിയ രക്ഷകർത്താവ് അവനെ അല്ലെങ്കിൽ അവളെ നൃത്തം അഭ്യസിപ്പിക്കുകയും അവൻ അല്ലെങ്കിൽ അവൾ ആ മേഖലയിൽ പ്രശസ്തി കൈവരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് കുട്ടിയുടെ വിജയത്തിന് സഹായകമായത്? അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ് സ്യൂട്ടബിൾ നോക്കണം. പാരമ്പര്യവും വൈകാരികവും, പാരമ്പര്യവും പാരിസ്ഥിതികവും, വൈകാരികവും സാമൂഹികവും സാംസ്കാരികവും. മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഒരെണ്ണേ ഉള്ളൂ. തീർച്ചയായിട്ടും അവിടെ സാധ്യതയുള്ള രണ്ട് ഉത്തരം എന്ന് പറയുന്നത് പാരമ്പര്യവും പാരിസ്ഥിതികവുമാണ്. തീർച്ചയായിട്ടും എന്താ, തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് നൃത്തം ചെയ്യാനുള്ള അഭിരുചി ഉണ്ടെന്ന് രക്ഷകർത്താവിന് മനസ്സിലായത്. രക്ഷകർത്താവിന് ഒരു പക്ഷേ അയാളുടെ സ്കില്ലിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും കുട്ടിക്കുണ്ടെന്ന് മനസ്സിലായി കാണാം. ആ മേഖലയിൽ പ്രശസ്തി കൈവരിക്കുന്നതിന് പിന്നീട് അവളെ നൃത്തം അഭ്യസിപ്പിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് അവൻ്റെ പരിസ്ഥിതി അല്ലെങ്കിൽ അവളുടെ പരിസ്ഥിതിയിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം ഉണ്ടാകുന്നു. ചുറ്റുപാടുകൾ അവൾക്ക് അനുകൂലമായിട്ട് വരുന്നതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ആ മേഖലയിൽ കഴിവ് തെളിയിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും പാരമ്പര്യവും പരിസ്ഥിതിയുമാണ് മോസ്റ്റ് സ്യൂട്ടബിളായിട്ട് നമുക്കവിടെ എടുക്കാനായിട്ട് സാധിക്കുക. അധ്യാപകൻ ക്ലാസ്സിൽ ഒരു ഗൂഢപ്രശ്നം ചോദിച്ചപ്പോൾ എല്ലാ കുട്ടികളും അതിൻ്റെ ഉത്തരം ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു കുട്ടിയും പെട്ടെന്ന് അതിൻ്റെ ഉത്തരം പറഞ്ഞു. ഇത് ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ ഉദാഹരണമാണ്? വാചിക പഠനം, അന്തർലീന പഠനം, ഉൾക്കാഴ്ച പഠനം, ആശയ പഠനം. ഒരു കുട്ടി വളരെ പെട്ടെന്ന് അതിൻ്റെ ഉത്തരം പറഞ്ഞുവെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒരു ഉത്തരമേ വരുള്ളൂ. അത് ഉൾക്കാഴ്ച പഠനമാണ്. ഇൻസൈറ്റ്, ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ വളരെ പെട്ടെന്ന് ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് എന്നൊക്കെ പറയും, നമ്മൾ പഠിക്കുന്നതാണ്. ഉൾക്കാഴ്ച പഠനമാണ്. അവിടെ വായിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റണം. കാരണം പഠിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ച് അത് വായിക്കുമ്പോൾ തന്നെ കിട്ടണം. അടുത്ത ചോദ്യം നോക്കൂ. ഒരു കുട്ടിക്ക് കണക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണക്കെന്ന് കണ്ടപ്പോൾ ഉത്തരം കിട്ടണം. പരിഹരിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. ഇത് ഏതുതരം പഠന വൈകല്യമാണ്? ഡിസ്ലെക്സിയാണോ, ഡിസ്ഗ്രാഫിയാണോ, ഡിസ്കാൽക്കുലിയാണോ, ഡിസ്പ്രാക്സിയാണോ? പഠന വൈകല്യങ്ങൾ എത്രയോ തവണ നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഡിസ്കാൽക്കുലിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ഡിസ്കാൽക്കുലിയാണ്. അടുത്ത ചോദ്യം നോക്കൂ. ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഏത് ഘട്ടത്തിലാണ് കുട്ടി വസ്തുക്കളെ മനസ്സിൽ രൂപങ്ങളായി ആവിഷ്കരിക്കുന്നത്? യാഥാസ്ഥിതിക ഘട്ടം, പ്രതികരണാത്മക ഘട്ടം, യാഥാസ്ഥിതികാനന്തര ഘട്ടം, ബിംബന ഘട്ടം. രൂപങ്ങളായി കാണുമ്പോൾ തന്നെ ഉത്തരം കിട്ടും. ബിംബന ഘട്ടത്തിലാണ്. ബ്രൂണറുടെ ബിംബന ഘട്ടത്തിലാണ്. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വളരെ പെട്ടെന്ന് പരമാവധി ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഡൈവേർജൻ ചിന്തയിൽ ഒരു കുട്ടി ഒരു പരിഹാരം മാത്രം കണ്ടെത്തുന്നു, കുട്ടിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, കുട്ടി സങ്കീർണമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു, കുട്ടി പരിഹാരത്തിനായി പല രീതികൾ ഉപയോഗിക്കുന്നു. ഡൈവേർജൻ്റ് ചിന്തയിൽ ഇതും ക്യാൻസൽ ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് എന്തിനാണ് ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മോസ്റ്റ് സ്യൂട്ടബിൾ അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഇല്ലാതെ പോയതുകൊണ്ടാണ്. അതായത് കുട്ടി പരിഹാരത്തിനായി പല രീതികൾ ഉപയോഗിക്കുന്നതാണ് ഡൈവേർജൻ തിങ്കിങ് എന്ന് പറയുന്നത്. അവിടെ ആൻസറായിട്ട് വരുന്ന ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും അവിടെ കറക്റ്റായിട്ട് വരുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് തെറ്റായിട്ട് പിന്നെ വന്നു. ഇത് ബിയും സിയും ഡി എന്നുള്ളതാണ് ആൻസറൊക്കെ കൊടുത്തത്. ബിയും സിയും ഡിയും കുട്ടിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, ഒരിക്കലും അത് വരില്ല അല്ലേ. കുട്ടി സങ്കീർണമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു, കുട്ടി പരിഹാരത്തിനായി പല രീതികൾ ഉപയോഗിക്കുന്നു. ഇത് രണ്ടും പിന്നെയും വരുമായിരുന്നു, പക്ഷേ മറ്റേ വരത്തില്ല. അതിൻ്റെ ഓപ്ഷൻ കറക്റ്റായിട്ടില്ല, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യപ്പെട്ടു. കേട്ടിട്ട് ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റനാണ്. പക്ഷേ നിങ്ങൾ അറിയണം, ഡൈവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? പരിഹാരത്തിനായി പല രീതികൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. ഡൈവേർജൻ തിങ്കിങ്, കൺവേർജൻ തിങ്കിങ്, ഒറ്റ പോയിന്റിലേക്ക് ഒറ്റ ഫോക്കസ് ചെയ്ത് വരുന്നത്. മറ്റേത് പല വഴിക്ക് പോയിട്ട് സങ്കീർണമായ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്ന രീതി തന്നെയാണ് ഡൈവേർജൻ തിങ്കിങ്. അങ്ങനെ ആ കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നു, അതിനെ ആ ഓപ്ഷൻ തെറ്റായി പോയതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെട്ടത്. ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശത്തിനും വേണ്ടി 1995 അംഗീകരിച്ച നിയമം തിരഞ്ഞെടുക്കുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTI ആക്ട്, PWD ആക്ട്, RCI ആക്ട്. നിങ്ങൾക്കറിയാം, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്, PWD ആക്ട് 95 വന്നു. പിന്നീട് 2016 ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്നുള്ള പേരിൽ RPWD ആക്ട് വരുന്നു എന്നുള്ളതൊക്കെ അറിയാം. അതിൻ്റെ വർഷങ്ങൾ അറിയണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് പഠിച്ചു വയ്ക്കണം. ചോദ്യമായിട്ട് ഇനിയും പ്രതീക്ഷിക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഗ്രേഡിംഗ് കുട്ടികളുടെ മൂല്യനിർണ്ണയത്തിന് സഹായിക്കുന്നു, ഗ്രേഡിംഗ് കുട്ടികളുടെ പ്രകടനങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്നു, ഗ്രേഡിംഗ് കുട്ടികളുടെ നേട്ടം മനസ്സിലാക്കാൻ സഹായിക്കുന്നു, ഗ്രേഡിംഗ് കുട്ടികളുടെ ഇടയിൽ അനാവശ്യമായ മത്സരം ഉണ്ടാക്കുന്നു. തെറ്റായ ഒറ്റ ഉത്തരവുള്ളത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രേഡിംഗ് ഒരിക്കലും അനാവശ്യമായിട്ടുള്ള മത്സരം ഉണ്ടാക്കാൻ ഇടയ വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, യൂണിവേഴ്സൽ ഗ്രാമർ എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇതൊന്നും ഇനി പറയേണ്ട പോലും കാര്യമില്ല. നിങ്ങൾ സൈക്കോളജിയുടെ A to Z സീരീസോ അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യപ്പെട്ടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആൻസർ കിട്ടും. നോം ചോംസ്കി, പിയാഷെ, സ്കിന്നർ, വൈഗോസ്കി. ആരാണ് LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്? നോം ചോംസ്കി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്ന. ഓപ്ഷൻ A ആണ്. ഒരിക്കലും മറക്കരുത്, എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് ജയിക്കാൻ സാധിക്കാത്തത് എന്നൊരു കുട്ടി പരാതി പറയുന്നു. ഇവിടെ കുട്ടി ഏത് പ്രതിരോധ തന്ത്രമാണ് ഉപയോഗിച്ചത്? അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റാത്തത്. യുക്തീകരണമാണോ, നിഷേധമാണോ, ദമനമാണോ, ഉദാത്തീകരണമാണോ? ഒരു സംശയവും വേണ്ട, തീർച്ചയായിട്ടും അതിലൊരു യുക്തി കണ്ടുപിടിക്കേണ്ട. ഇത് യുക്തീകരണമാണ്, റാഷണലൈസേഷനാണ് അവിടെ സംഭവിക്കുന്നത്. ആ പരീക്ഷയ്ക്ക് തോക്കാൻ കാരണം അല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കാത്തത് അസുഖം കാരണമാണെന്ന് പറയുന്നത് യുക്തീകരണമാണ് അവിടുത്തെ ആൻസറായിട്ട് വരിക. പഠനം ഒരു സാമൂഹിക പ്രവർത്തനമാണ്. താഴെ പറയുന്നവയിൽ പഠനം കൊണ്ട് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് എന്തെല്ലാം? പഠനം കൊണ്ട് മെച്ചപ്പെടുത്താൻ എന്തെല്ലാം സാധിക്കും? സഹകരണം മെച്ചപ്പെടുത്താം, വിശ്വാസം മെച്ചപ്പെടുത്താം, ബഹുമാനവും മെച്ചപ്പെടുത്താം. അങ്ങനെയെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമ്മൾ കേറ്ററ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് എടുത്താണ്. ഇതുപോലെ എത്രയോ വർഷങ്ങളിലെ കേറ്ററ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട്. അതിലൂടെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ കടന്നു പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കുറേയേറെ കാര്യങ്ങൾ പഠിക്കാം, കുറേയേറെ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതാണ് ചോദ്യപ്പെട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അവിടെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. വീണ്ടും മറ്റ് വീഡിയോസിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.